എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക അനധ്യാപക തസ്തികകളിലെ താൽക്കാലിക നിയമനം ഇനി മുതൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ആക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. നിലവിൽ മാനേജ്മെന്റുകൾ തന്നെയാണ് താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറാണ് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കേരള എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഫാദർ ഡോക്ടർ വർക്കി ആറ്റുപുറത്ത്. ഫാദർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഫാദർ, എന്തുകൊണ്ടാണ് മാനേജ്മെന്റുകൾ ഇക്കാര്യത്തിൽ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്? വിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കാൻ എന്താണ് കാരണമായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? 2026 ജനുവരി 26-ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയ ഒരു സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ RDD ആണ് എല്ലാ മാനേജർമാർക്കും പ്രഥമ അധ്യാപകർക്കും അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു സർക്കുലർ ഇറക്കിയത്. RDDയുടെ ഉത്തരവിനകത്ത് സൂചനയായിട്ട് കോട്ട് ചെയ്തിരിക്കുന്നത് ജൂൺ 26-ാം തീയതി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയ ഉത്തരവാണ്. അതിൽ പറയുന്നത് സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും ഉണ്ടാകുന്ന താൽക്കാലിക ദിവസ വേതന നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ അറിയിച്ച് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടത്തണം എന്നുള്ളതാണ്. കേരള എഡ്യൂക്കേഷൻ റൂൾസ് അനുസരിച്ചും KER അനുസരിച്ചും ഇതുവരെ നിലനിന്നിരുന്ന കോടതി ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലും എയ്ഡഡ് സ്കൂൾ നിയമന അധികാരി മാനേജരാണ്. അത് സ്ഥിര നിയമനമാണെങ്കിലും താൽക്കാലിക നിയമനമാണെങ്കിലും എയ്ഡഡ് സ്കൂളിലെ നിയമനം എയ്ഡഡ് സ്കൂളിൽ മാനേജർക്കാണ്. എന്നാൽ ഇനി അത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടത്തണം എന്നാണ് പറയുന്നത്. ഇത് മാനേജ്മെന്റിന്റെ നിയമന അധികാരത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റം, KER-നും നിലവിലിരിക്കുന്ന ഉത്തരവുകൾക്കും കോടതി വിധികൾക്കും എതിരെയുള്ള ഒരു നീക്കം. താൽക്കാലിക ദിവസ വേതന ഒഴിവ് എന്ന് പറയുന്നത് 1 വർഷത്തിൽ താഴെയുള്ളതും 1 മാസത്തിൽ കൂടുതലുള്ളതുമാണ്. ഇതിനകത്ത് അപ്രായോഗികമായ ഒരു കാര്യം, ഈ ഒഴിവുകളെല്ലാം ഏപ്രിൽ മെയ് മാസത്തിൽ തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ അറിയിക്കണമെന്നാണ്. 1 വർഷത്തിൽ താഴെ 1 മാസത്തിൽ കൂടുതൽ അധ്യാപകര് അവധി എടുക്കുന്നത് ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷനിലായിരിക്കാം. ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നു, അല്ലെ വേറെ ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ആ സമയത്ത് ജൂണിലോ ജൂലൈയിലോ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ഒക്കെ ഏത് സമയത്ത് വേണമെങ്കിലും എടുക്കാം. ഒരു ടീച്ചർ 1 മാസത്തേക്ക് ലീവ് എടുക്കുമ്പോൾ ആ ലീവ് ലെറ്റർ തരുന്നത് തലേ ദിവസമായിരിക്കും. അപ്പം പെട്ടെന്ന് നമ്മൾ ഒരാളെ നിയമിക്കുകയാണ് കുട്ടികളുടെ അധ്യയന ദിവസങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. ഒരു ടീച്ചർ 1.5 മാസത്തേക്ക് ഒരു ലീവ് എടുത്തു. ലീവ് എടുക്കുന്നതിന് തലേ ദിവസമായിരിക്കാം ടീച്ചർ വന്ന് പറയുന്നത് അടുത്ത 1.5 മാസത്തേക്ക് ലീവാണെന്ന് നമ്മൾ ഇത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ അറിയിക്കുന്നു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ റാങ്ക് പട്ടികയും അവിടുത്തെ സീനിയോറിറ്റി നോക്കി ഒരാളെ പറഞ്ഞു വിടുന്നു. നമ്മൾ നിയമിച്ചു വരുമ്പോഴത്തേക്ക് മിക്കവാറും ആ ലീവ് തീരും. ഇപ്പൊ 2-3 പ്രധാന പ്രതിസന്ധികളുണ്ട്. ഒന്ന്, മാനേജ്മെന്റിന്റെ നിയമന അധികാരത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റൽ. രണ്ടാമത്, പ്രായോഗികമായിട്ട് ഒരു അധ്യാപിക ലീവ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിയമനം നടത്താൻ പറ്റാതെ പോകുന്നു. നിയമനം നടത്താൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി മാനേജറെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ അറിയിക്കുന്നു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകാര് റാങ്ക് പരിശോധിച്ചിട്ട് ഒരാളെ പറഞ്ഞു വിടുന്നു. ഇനി ഒരാളെ വിളിക്കുമ്പോൾ ആളിന് ചിലപ്പോൾ ആ ഒഴിവിന് താല്പര്യമില്ലായിരിക്കും, നീ വേറൊരാളെ കണ്ടെത്തേണ്ടി വരുന്നു. അതുകൊണ്ട് നിയമനം വൈകുന്നു, കുട്ടികളുടെ അധ്യയനം നഷ്ടപ്പെടുന്നു, സ്കൂളുകളിൽ അധ്യാപകരെ യഥാസമയം നിയോഗിക്കാൻ പറ്റാതെ വരുന്നു. അതിലുപരിയായിട്ട് നേരത്തെ പറഞ്ഞ മറ്റൊരു കാര്യം, ഒരു ടീച്ചർ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ പെട്ടെന്ന് ലീവ് എടുക്കുമ്പോൾ ആ ലീവിന്റെ വിവരം എങ്ങനെയാണ് ഏപ്രിൽ മെയ് മാസത്തിൽ അറിയിക്കുന്നത്? അപ്പൊ ഒരു ഒഴിവുണ്ടെങ്കിൽ അത് ഏപ്രിൽ മെയ് മാസത്തിൽ തന്നെ അറിയിക്കണമെന്നാണ് പറയുന്നത്. അപ്പോ ഒരുപാട് നിയമലംഘനം, അതോടൊപ്പം തന്നെ പ്രായോഗികമായിട്ട് ഒരുപാട് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന
ഒരു ഉത്തരവാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങിയത്, ആരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് അറിയില്ല. പിന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സൂചനയെ പറയുന്നു, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകാര് ഇങ്ങനെ ഒരു ആവശ്യം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ മുൻപിൽ സമർപ്പിച്ചു എന്നാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മുൻപിൽ ഇങ്ങനെ ഒരു ആവശ്യം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നുണ്ടായി എന്ന് സൂചനയെ പറയുന്നുണ്ട്. ഇനി അവര് പറഞ്ഞിട്ടാണോ വേറെ ഏതെങ്കിലും ഒരുപക്ഷെ താൽക്കാലിക നിയമനങ്ങളും ദിവസവേതനങ്ങളും സർക്കാർ ഏറ്റെടുത്തിട്ട് ഇനിയും സ്ഥിര നിയമനം ഏറ്റെടുക്കാനുള്ള ഒരു ടെസ്റ്റ് ഡോസ് ആണോ, അതിന്റെ ആരംഭമാണോ ഇതോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനുള്ളിൽ എന്തെങ്കിലും വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും താല്പര്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതിൽ ആരുടെയെങ്കിലും താല്പര്യമുണ്ടോ? വിദ്യാഭ്യാസ വകുപ്പിന്റെ ആണോ? ഈ പറഞ്ഞ പോലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ഒരു ശുപാർശ വന്നു ഇങ്ങനെ ഇത് നടപ്പിലാക്കണമെന്ന്. ഇനി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചില് ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചവരാണോ, നീ വിദ്യാഭ്യാസ വകുപ്പിലുള്ളവർ അറിഞ്ഞിട്ടാണോ, നീ വിദ്യാഭ്യാസ മന്ത്രി തന്നെ അറിഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങിയത്, ഇതെല്ലാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇത് മാനേജേഴ്സ് എല്ലാം വളരെ ആശങ്കയിലും പ്രതിഷേധത്തിലുമാണ്. ഇതിനോടകം പലരും മന്ത്രിയെ കണ്ടു കഴിഞ്ഞു. ചിലർ ഈ ദിവസങ്ങളിൽ മന്ത്രിയെ കാണാനിരിക്കും, മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്താൻ ഇരിക്കുകയാണ്. ഇതേതായാലും വളരെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. ഈ പറഞ്ഞതുപോലെ നിലവിൽ നിൽക്കുന്ന ഒരു ക്രമീകരണത്തിന് നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമായ ഒരു നടപടിക്രമമായിട്ട് ഇത് കാണേണ്ടിയിരിക്കുന്നു. വളരെ നന്ദി ഫാദർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചതിന് വളരെ നന്ദി.